സഭാ സമ്മേളനം പുനരാരംഭിക്കുമ്പോൾ എല്ലാ ശ്രദ്ധയും ഫിനാൻസ് ബില്ലിലേക്കാണ്. ഫിനാൻസ് ബില്ലിന്റെ പ്രത്യേകത എന്താണ്? ഈ ഫിനാൻസ് ബില്ല് ഇത്തവണ സഭയിലേക്ക് എത്തുമ്പോൾ ദുരൂഹത നിറഞ്ഞ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ച നിർദ്ദേശങ്ങളടക്കം സഭയിലേക്ക് എത്തുകയാണ്. സ്വാഭാവികമായും അത് നിയമമായി മാറുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ സമൂഹത്തിൽ ഉയർന്നു വന്ന വലിയ എതിർപ്പുകൾ, പ്രതിപക്ഷത്തു നിന്നും ഉയർന്ന എതിർപ്പുകൾ, സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്നും മുന്നണിക്കുള്ളിൽ നിന്നും ഉയർന്നു വന്ന എതിർപ്പുകൾ, ഇതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി, ധനമന്ത്രി അത് നിയമമാക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഷീജ തിരുവനന്തപുരത്ത് നമ്മളോടൊപ്പം ചേരുകയാണ്. ഷീജ, ഗുഡ് മോർണിംഗ്. ഷീജ, ഇന്ന് വീണ്ടും സഭ തുടങ്ങുകയാണ്. ഇന്ന് സഭ തുടങ്ങുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഫിനാൻസ് ബില്ലിലേക്ക് സഭ പോകുന്നു എന്നത് തന്നെയാണ്. ഫിനാൻസ് ബില്ല് ഇത്തവണ അവതരിപ്പിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ അതിന്റെ ഭാഗമാകുന്നു എന്നത് തന്നെയാണ്. അപ്പോൾ എതിർപ്പുകളെല്ലാം അവഗണിച്ച് മുന്നോട്ട് പോകാൻ തന്നെ വി.ഡി. സതീശൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഉറച്ചു നിൽക്കുന്നു, അല്ലേ? ഗുഡ് മോർണിംഗ് മനു. തീർച്ചയായും ഏതായാലും ഇന്നിപ്പോൾ നിയമസഭ പുനരാരംഭിക്കുമ്പോൾ നമുക്കറിയാം ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ, അതൃപ്തികൾ ഒക്കെ പുകയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ധനബില്ല് അതിന്റെ നികുതി ഘടന പൂർണ്ണമായും അതേ രീതിയിൽ തന്നെ ഉൾപ്പെടുത്തി തന്നെയാണ് ഇപ്പോൾ ധനബില്ല് വന്നിരിക്കുന്നത്. ധനബില്ല് അവതരിപ്പിക്കുന്നത് ജൂലൈ 1-നാണ് എങ്കിൽ പോലും ഇന്ന് സഭയ്ക്കകത്ത് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള തീരുമാനം അതേ രീതിയിൽ തന്നെ ധനബില്ലിൽ ഉൾപ്പെടുത്തിയതിനെതിരെയുള്ള പ്രതിഷേധം സ്വാഭാവികമായും പ്രതിപക്ഷം ഉയർത്തും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ബജറ്റ് ചർച്ചയ്ക്കുള്ള മറുപടിയൊക്കെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സഭയിൽ മറുപടി പറയുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നിലുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നണിയിൽ ചർച്ച ചെയ്ത് മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ളൊരു അവകാശവാദമായിരുന്നു അദ്ദേഹം നിയമസഭയ്ക്കുള്ളിൽ വെച്ചത്. പക്ഷേ അതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ ധനബില്ലുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ നികുതി ഘടന, ഈ മദ്യത്തിന് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് നൽകാനുള്ള തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോകണമെങ്കിൽ സ്വാഭാവികമായും ധനബില്ലിൽ നിന്ന് അത് ഒഴിവാക്കണം. പക്ഷേ ധനബില്ലിൽ അത് ഒഴിവാക്കിയിട്ടില്ല. അതിന് അർത്ഥമെന്ന് പറയുന്നത് ഈ തീരുമാനത്തിൽ ഉറച്ചു തന്നെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിൽക്കുന്നു, അതുമായി മുന്നോട്ട് തന്നെ എന്നുള്ളൊരു സർക്കാരിന്റെ പ്രഖ്യാപനം കൂടിയാണ് ഇതിൽ കാണുന്നത്. പ്രധാനമായും ഇനിയിപ്പോൾ ലീഗും അതോടൊപ്പം തന്നെ എക്സൈസ് മന്ത്രി അടക്കമുള്ളവർ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് ഏറെ നിർണായകം തന്നെയാണ്. കാരണം വി.ഡി. സതീശന് മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള വി.എം. സുധീരനടക്കം നിരവധി കത്ത് നൽകുകയും ചെയ്തിരുന്നു. അതിൽ ഈ നികുതി ഘടന ധനബില്ലിൽ ഉൾപ്പെടുത്തരുത് എന്നുള്ളൊരു ആവശ്യമടക്കം മുന്നോട്ട് വെച്ചിരുന്നു. അതടക്കം തള്ളിക്കൊണ്ടാണ് മുഖ്യമന്ത്രി സ്വന്തം നിലയ്ക്ക് ഈ ധനബില്ലിൽ ഇത് ഉൾപ്പെടുത്തി, നികുതി ഘടന ഉൾപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും അത് ഈ വിഷയം പ്രതിപക്ഷമടക്കം ഇന്ന് നിയമസഭയിൽ ഉയർത്തും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം ഇന്നിപ്പോൾ ധനാഭ്യർത്ഥന ചർച്ചകൾ സഭയിൽ നടക്കുന്ന ദിവസമാണ്. അതിൽ ആഭ്യന്തരം, എക്സൈസ് തുടങ്ങിയ വകുപ്പ് തിരിച്ചുള്ള ധനാഭ്യർത്ഥന ചർച്ചകളാണ്. ഇപ്പോൾ സ്വാഭാവികമായും ഈ വിഷയങ്ങൾ സഭയിൽ ഉയർന്നു വരും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ഈ ധനബില്ലിൽ ഉൾപ്പെടുത്തി ആ രീതിയിൽ ധനബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ സർക്കാർ നൽകുന്നൊരു വിശദീകരണം എന്ന് പറയുന്നത് ധനബില്ല് പാസ്സാക്കിയാലും പക്ഷേ ഈ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നതടക്കമുള്ള നടപടി അത് ഈ മുന്നണിയിൽ ആലോചിച്ച് മാത്രമേ ഉണ്ടാകൂ എന്ന ഒരു വാദമാണ്. എന്താണ് പ്രസക്തി? ധനബില്ല് പാസ്സാക്കിയാലും ഞങ്ങൾ മുന്നണിയിൽ ആലോചിച്ച് ബാക്കി കാര്യങ്ങൾ തീരുമാനമെടുക്കൂ എന്ന് പറയുന്ന വാദത്തിന് എന്താണ് പ്രസക്തി? ധനബില്ല് പാസ്സാക്കിയാൽ ആ നികുതി നിർദ്ദേശം പ്രാവർത്തികമാവുകയാണ്. സർക്കാർ അനുമതി കൊടുത്തില്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിക്ക് കോടതിയിൽ പോയാൽ അനായാസം അനുമതി നേടാൻ കഴിയും. പിന്നെ ഈ വാദത്തിന് എന്ത് പ്രസക്തി? അത് തന്നെയാണ് പ്രതിപക്ഷവും ഉയർത്തുന്നത് മനു. കാരണം ധനബില്ല് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. സർക്കാർ ലക്ഷ്യമിടുന്നത് എന്ന് പറയുന്നത് ഇപ്പോൾ ധനബില്ല് പാസ്സാക്കുക, ഇപ്പോൾ നിലവിൽ ഉയർന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഒരു 2-3 മാസം കൊണ്ട് കെട്ടടങ്ങുമ്പോൾ അത് സ്വാഭാവികമായും ഒരു 6 മാസത്തിനുള്ളിൽ ഇതിലെ തുടർ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അപ്പോൾ ആ സമയത്ത് അതിൽ ഒരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല. അതിൽ ധനബില്ല് പാസ്സായി കഴിഞ്ഞാൽ മറ്റു തരത്തിലുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ആ മദ്യ കമ്പനിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷേ ധനബില്ലിൽ ഈ നികുതി ഘടന ഒഴിവാക്കുകയാണെങ്കിൽ അത് തിരിച്ചടിയാകും. പിന്നെ ഈ സാമ്പത്തിക വർഷം അത് നടപ്പാക്കുവാൻ വേണ്ടി സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ ഇതുമായി മുന്നോട്ട് പോകാനുള്ള തുടർ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്നത് തന്നെയാണ് മനു ഇതിൽ വ്യക്തമാകുന്നത്. ഏതായാലും പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഇതിനെതിരെ ഉയർത്താൻ തന്നെയാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഷീജ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നേരത്തെ തന്നെ വലിയ എതിർപ്പ് ഉയർന്നതാണ്.
എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെ അതിൽ വിരുദ്ധ അഭിപ്രായം പറഞ്ഞതാണ്. പക്ഷേ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊരു ന്യായീകരണം ഉണ്ടായിരുന്നു. സ്വാഭാവികമായി ഞങ്ങൾ ഇനി UDF ചർച്ച ചെയ്യാൻ വേണ്ടി പോവുകയാണ്, UDF തീരുമാനമെടുത്തതിനു ശേഷമേ മറ്റു കാര്യങ്ങളിലേക്ക് പോകൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇന്ന് UDF ചർച്ച ചെയ്യാതെയാണ് ധനബില്ലിന്റെ ഭാഗമായി നികുതി നിർദ്ദേശം ബുധനാഴ്ച സഭയിലേക്ക് വരുന്നത്. എക്സൈസ് മന്ത്രിക്കോ ഘടകകക്ഷി മന്ത്രിമാർക്കോ സഭയിൽ എതിർക്കാൻ കഴിയില്ല. കാരണം സഭയിൽ എതിർത്താൽ അത് സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന കൂട്ടുത്തരവാദിത്വമില്ലായ്മ എന്ന ഗുരുതരമായ പ്രശ്നത്തിലേക്ക് എത്തി നിൽക്കും. അപ്പോൾ അടുത്ത നടപടി എന്ന് പറയുന്നത് UDF യോഗം ഉടനെ എങ്ങാനും ചേരുകയാണെങ്കിൽ ആ യോഗത്തിൽ ഈ പ്രശ്നം ഉന്നയിക്കുക എന്നതാണോ ഘടകകക്ഷികളുടെയും എക്സൈസ് വകുപ്പ് മന്ത്രിയുടെയും പ്രധാനപ്പെട്ട അടുത്ത നീക്കമെന്ന് പറയുന്നത്? തീർച്ചയായും ഏതായാലും ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF യോഗം എപ്പോൾ ചേരുമെന്നുള്ളതിൽ ഒരു ധാരണയില്ലെങ്കിൽ പോലും UDF യോഗത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ ഈ വിഷയത്തിലുള്ള അതൃപ്തി അറിയിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ലീഗിനടക്കം ഈ വിഷയത്തിൽ കടുത്ത അതൃപ്തിയുണ്ട്. എക്സൈസ് വകുപ്പ് മന്ത്രിയായിട്ടുള്ള M. ലിജു ആകട്ടെ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പോലും മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ മറുപടി പ്രസംഗത്തിന്റെ തൊട്ടു പിന്നാലെ നടന്ന വാർത്താ സമ്മേളനമായിരുന്നു. അപ്പോൾ അദ്ദേഹം വലിയ തോതിൽ മുഖ്യമന്ത്രിയുടെ നടപടിയെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ വിശദീകരണങ്ങൾ ഉണ്ടായത്. മുന്നണിയിൽ ചർച്ച ചെയ്ത് മാത്രമേ മദ്യനയത്തിൽ ഒരു തീരുമാനമുണ്ടാകൂ, മദ്യനയത്തിന്റെ ഭാഗമായി മാത്രമേ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുത്ത് മുന്നണി മുന്നോട്ട് പോകൂ എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഒരു ധനബില്ലിൽ ഈ നികുതി ഘടന ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തുവരുന്നത്, ധനബില്ലിന്റെ കരട് പുറത്തുവരുന്നത്. അപ്പോൾ സ്വാഭാവികമായും എക്സൈസ് മന്ത്രിക്ക് അവിടെയും തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇത് ധനബില്ലിൽ നിന്ന് ഒഴിവാക്കും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു ലിജുവിൻ അടക്കം ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ അതിനുശേഷം അദ്ദേഹം പരസ്യ പ്രതികരണങ്ങൾ ഒന്നും തന്നെ എക്സൈസ് മന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ അതൃപ്തി എക്സൈസ് മന്ത്രിക്കും അതോടൊപ്പം തന്നെ ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾക്കും വിഷയത്തിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് ആ രീതിയിൽ തന്നെ പറയേണ്ട ഫോറങ്ങളിൽ പറഞ്ഞു മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും നിയമസഭയ്ക്കകത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പരസ്യമായി എതിർപ്പ് അവർ പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല.